നമ്മൾ പലതരത്തിലുള്ള മാജിക്കുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അറിവ് കൊണ്ടുള്ള മാജിക്ക് നമ്മൾ അത്രത്തോളം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഇയാളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയുമല്ലോ, അറിവിൻ്റെ നിറകുടം എന്നൊക്കെ. ആ രീതിയിൽ അറിവ് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അറിവ് തേടിയുള്ളൊരു യാത്രയാണ് എന്ന് മാത്രമല്ല, ഈ അറിവുകൾ ഉപയോഗിച്ച് ഇദ്ദേഹം ഒരു ചങ്ങല ഉണ്ടാക്കി. ആ ചങ്ങല കൊണ്ട് ഇദ്ദേഹം കാണിക്കുന്ന ഒരു മാജിക് ഉണ്ട്. നിന്ന നിപ്പിൽ 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ മാജിക് കാണിച്ചു തന്നു. ഞാൻ ആകെ എന്താ പറയുക, അസ്റ്റോണിഷ്ഡ് ആയിപ്പോയി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്കിത് റേഡിയോയിൽ ഒന്ന് പരീക്ഷിച്ചുകൂടാ. പരീക്ഷിക്കാന്നല്ല, റേഡിയോയിലൂടെ ആ മാജിക് ഞാൻ കണ്ടു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമല്ലോ. അപ്പോൾ ഞാൻ ആ മജീഷ്യനെ ഇന്നിപ്പോൾ ഷോയിൽ കൊണ്ടുവരികയാണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യരുത്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ അറിവിനോട്, പ്രത്യേകിച്ച് ജനറൽ നോളജിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇനി കുട്ടികളാണെങ്കിലും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ഇത് മിസ് ചെയ്യാതെ കേൾക്കേണ്ടുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച ആ മജീഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബ്രോ. ഗുഡ് മോർണിംഗ്. റീസെൻ്റ്ലി ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്താണ് നിസാം മൂന്നിയൂർ. നിന്ന നിപ്പിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ മുന്നിൽ അറിവ് കൊണ്ടൊരു മാജിക് കാണിച്ചു. ആ മാജിക് നിങ്ങളെയും കേൾപ്പിക്കണം, അതാണ് എൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. പിന്നെ ഇതെന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് അറിയണം. നിസാം എവിടെയാണ് സ്ഥലം, അത് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ. എന്റെ വീട് മൂന്നിയൂർ എന്ന് പറയും. മൂന്നിയൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഞാന് ബേസിക്കലി ഫയർഫോഴ്സിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ ലോങ് ലീവിലാണ്. ഈ അറിവിനോട് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു പോവാണ്. നമ്മൾ പൊതുവെ പറയുമല്ലോ അറിവ് തേടിയുള്ള പ്രയാണം എന്നൊക്കെ. അപ്പോ ചിലര് മാത്രം ജീവിതത്തിൽ അതിനെ ശരിക്കും ഒരു യാത്രയായിട്ട് അങ്ങ് എടുക്കും. എനിക്ക് തോന്നുന്നു നിസാം ആ തരത്തിൽ എടുത്തിട്ടുള്ള ഒരു യാത്രയാണ് ഇതല്ലേ? അതെ, ഒരു യാത്രയിലാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് നിസാമിന് ഈ ജനറൽ നോളജ് അങ്ങനെയുള്ള അറിവുകളോടൊരു താല്പര്യമുണ്ട്. ആ അറിവ് തേടുന്നു എന്ന് മാത്രമല്ല, ആ അറിവ് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ഒരു മാജിക്കും നിസാമിന്റെ കയ്യിലുണ്ട്. തീർച്ചയായും. നമുക്ക് ആ മാജിക് ഉണ്ടല്ലോ, അന്ന് നമ്മൾ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് കാണിച്ചു തന്ന ആ മാജിക്, അതൊന്ന് നമുക്ക് റേഡിയോ കേൾക്കുന്നവർക്ക് ഇപ്പൊ ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ? ഷുവർ. അപ്പൊ ഞാൻ മുസാഫിറിനോട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാണ്. അതിനുശേഷം ഞാൻ അത് ചോദിക്കും. അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ തുടക്കം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിനാണ് തുടങ്ങുന്നത്. മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം. ലോക കടുവാ ദിനം ജൂലൈ 29 ജൂലൈ 29. 29ാമത്തെ അറ്റോമിക നമ്പറായ മൂലകം ചെമ്പാണ്. 29ാമത്തെ അറ്റോമിക നമ്പറായ മൂലകം ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം. ലോഹങ്ങളിലെ രാജാവ് സ്വർണമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 5 ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും ഇപ്പൊ പറഞ്ഞു. ആദ്യം മുതൽ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം. ശരി. അപ്പൊ നമ്മൾ തുടങ്ങിയത് മധ്യപ്രദേശ്. ഓക്കെ, ഗുഡ്. മധ്യപ്രദേശാണ് ഇന്ത്യയിലെ എന്ത് സംസ്ഥാനം? കടുവ സംസ്ഥാനം. ലോക കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. 29ാമത്തെ അറ്റോമിക നമ്പറായ മൂലകം ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം. ലോഹങ്ങളിലെ രാജാവ് സ്വർണം. സൂപ്പർ, വണ്ടർഫുൾ. ഈ മാജിക്കിന് ഒരു ഗുണമുണ്ട്. നമ്മളെ എന്റർടൈൻ ചെയ്യുക മാത്രമല്ല, ആ എന്റർടൈൻമെന്റിലൂടെ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. ഈ രീതിയിൽ എളുപ്പമാണ്. ഇതേപോലെ ഞാൻ 2600 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഓ മൈ ഗുഡ്നസ്. മധ്യപ്രദേശിൽ നിന്ന് തുടങ്ങി 2600 ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിക്കും. യെസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എത്ര വർഷമായി? കുറെ മുമ്പേ ഇറങ്ങിയത്? ഇല്ല, അതിപ്പോ ഒരു വർഷമായിട്ടുള്ളൂ. അതിന് ഏകദേശം 15,000-ഓളം കോപ്പികൾ ആളുകൾ വാങ്ങിച്ചു. ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താണ്? ചെയിൻ ക്വസ്റ്റ്യൻസ്. ചെയിൻ ആയിട്ടാണല്ലോ. അതെ. അറിവിന്റെ ഒരു ചങ്ങലയാണിത്. അതെ. അതിനെ നമ്മൾ 25 ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ 104 സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചാപ്റ്ററിൽ 24 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതെ. തൊട്ടടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത് ആ 24ാമത്തെ ക്വസ്റ്റ്യനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. അതെ. ഈ 2600-ൽ നിന്ന് മുന്നോട്ട് താങ്കളുടെ അറിവിന്റെ ചങ്ങലയുടെ യാത്ര ഇനിയും തുടരാനുള്ള തീർച്ചയായിട്ടും. എനിക്ക് ഇത് കൂടാതെ ഇത് റെഡിമെയ്ഡ് ആണ് 2400 എന്ന് പറയുന്നത്. ഇത് കൂടാതെ എനിക്ക് ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ 100-200 പുതുതായിട്ട് ഉണ്ടാക്കാം. 2400 ആണോ? 2600 ക്വസ്റ്റ്യൻസ്. ഒരു ചാപ്റ്ററിൽ 25 ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് മാറും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ ഒരു 10 മാർക്കിന്റെ ഒരു എക്സാം വരും. ഓക്കെ. അപ്പൊ അത് എത്രത്തോളം പഠിച്ചെന്ന് അവർക്ക് വിലയിരുത്താനും പറ്റും. ഓക്കെ. അപ്പൊ ഈ പുസ്തകം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നയാൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും? ആ നമ്പർ പറയുന്ന സമയത്ത് ഒരു GK-നോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. കാലിഫോർണിയം, അമേരിക്കിയം, സ്ട്രോൺസിയം, സെലിനിയം, ടങ്സ്റ്റൺ, ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. ഇതുകൂടാതെ ഇന്ത്യൻ നമ്പർ ഒന്നും ഇല്ല, ഇന്ത്യക്കാർക്കും മലയാളികൾക്കും മനസ്സിലാവുന്ന നമ്പർ? അഥവാ ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ നമ്മളെ കെമിസ്ട്രിയിലെ, അതിലെ 98ാമത്തെ മൂലകമാണ് കാലിഫോർണിയം, 95 അമേരിക്കിയം, 34 സ്ട്രോൺസിയം, 38 സെലിനിയം, അതിന്റെ ടങ്സ്റ്റൺ 74. രസകരമായിട്ട് പറഞ്ഞതാണ്. ശരി, ഇനി ആ നമ്പർ മാത്രമായിട്ടും കൂടി ഒന്ന് എടുത്ത് പറയൂ. 98 95 34 38 74. വണ്ടർഫുൾ ബ്രോ. നിങ്ങളുടെ കയ്യിൽ ഇതല്ലാത്ത ഇതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് ഇത് കൂടാതെ ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റുമാരായാലും അവരുടെ ഓർഡർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഏത് കുട്ടിക്കും പറയാൻ പറ്റും. ആ രീതിയിലുള്ള പല ട്രിക്കുകളും ഉണ്ട്. ഇത് ആർക്കാണ് ആക്ച്വലി ഈ അറിവും ഈ പുസ്തകവും ഈ മെത്തേഡും ഒക്കെ ഏറ്റവും? ഒന്ന് ഈ GK-യോട് ഇഷ്ടമുള്ള ആൾക്കാര്, അതുപോലെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പൊതുവിജ്ഞാനം. അവർക്ക് പഠിത്തം തുടങ്ങാൻ ഏറ്റവും നല്ലത് ഈ രീതിയിൽ പഠിച്ചു തുടങ്ങുന്നതാണ്. ഓക്കെ. അപ്പൊ അത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണോ അല്ല മുതിർന്ന ഈ PSC-ക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കാണോ? കുട്ടികൾക്കും യൂസ് ആണ്, PSC-ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ് ആണ്. കാരണം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടാണ് ഏകദേശം ഒരു 9ഓളം ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. PSC-യുടെ 22ാമത്തെ വയസ്സിൽ ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ടുണ്ട്. വാവ്, ഈ ചങ്ങലയിലൂടെ തന്നെയാണ്? ചങ്ങലയിലൂടെയാണ് കയറി പോയത്. ഓൾ റൈറ്റ് മാൻ, ദാറ്റ്സ് ഗ്രേറ്റ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ് കേട്ടോ അത്. നമുക്ക് എന്ത് കാര്യവും പഠിക്കാൻ ഇങ്ങനെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്കും ടെക്നിക്കും ഒക്കെ വേണമായിരുന്നു അല്ലെ? ഇതുപോലുള്ള ട്രിക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ SSLC-ക്ക് കുറച്ചുകൂടി കൂടുതൽ മാർക്ക് വാങ്ങാമായിരുന്നു. ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു റാങ്ക് ഒക്കെ അടിക്കാമായിരുന്നു. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM മോർണിംഗ് നമ്പർ 1 ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ AJ മുസ്താഫിറാണ് കൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.